അതിന്റെ വേദന ആർക്കും അറിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ ഒരു വാപ്പയും മകനും എപ്പോഴും വരും. വലിയ വാപ്പ പള്ളിയിൽ വരുമ്പോ മോനെയും കൊണ്ടുവരാറുണ്ട്. ആ മകനെ കാണുന്നില്ല. ആ മകനെ കാണാതെ വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെന്തേ? മോനെ, എന്റെ മോൻ മരിച്ചുപോയി നബിയെ. ആ സമയത്ത് പ്രവാചകൻ സഹാബിയോട് പറഞ്ഞു, ക്ഷമിക്ക്, സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിന്റെ മുന്നിൽ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പത്തിലൊക്കെ കൊച്ചുമക്കൾ മരിച്ചുപോയാൽ ആ മക്കളുണ്ടാകും സ്വർഗത്തിന്റെ മുന്നിൽ. ഒരു സഹോദരി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ 3 മക്കളെ പ്രസവിച്ചു, 3 മരിച്ചുപോയി. ഒന്ന് 7 മാസത്തിൽ, ഒന്ന് 3 മാസത്തിൽ, ഒന്ന് 7 മാസത്തിൽ, ഒരെണ്ണം പ്രസവിച്ച ഉടനെ, അങ്ങനെ 3 മക്കളും പോയി. ഉസ്താദെ, ഞാൻ 4ാമത് ഗർഭിണിയാണ്, എനിക്കിതിനെയെങ്കിലും വേണം, എനിക്കിതിനെയെങ്കിലും അല്ലാഹു തരണം. 3 എണ്ണം പോയി. ഈ വേദനയും ത്യാഗങ്ങളും സഹിക്കുന്നത് വലുതാ. അള്ളാഹു ആ സഹോദരിക്ക് സാലിഹായ ഒരു സന്താനത്തിന് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, 3 മക്കളും മരിച്ചുപോയ ആ പാവം, അള്ളാഹുവെ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ. നീ കൈവിടല്ല പടച്ചവനെ, നീ കൈവിടല്ല റഹ്മാനെ.